അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അതാണ്. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണ് തൃശ്ശൂർ പൂരം. അതിനേക്കാൾ പോലെ ജനായത്ത പൂരം. നാളെ ഒന്നാം ഘട്ട പോളിംഗിലേക്ക് പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. കാസർഗോഡ് മോക്ക് പോളിംഗിനിടെ BJPക്ക് അധിക വോട്ട് കിട്ടിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകി. VVപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം പെടുത്തിയത്. UDF LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ BJP അധിക വോട്ട് കിട്ടുന്നുവെന്നാണ് കാസർഗോട്ടെ പരാതി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡ് എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുണ്ട്. ആദ്യം ഞാൻ ആർക്കെയിലേക്ക് പോകുന്നു. ആർക്കെ, ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പ്രശാന്ത് ഭൂഷൺ അപ്രതീക്ഷിതമായി ഉന്നയിക്കുകയായിരുന്നു. ഏത് രീതിയിൽ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ അവതരിപ്പിച്ചു? കോടതി അത് മുഖവിലക്കെടുത്തത് എങ്ങനെയാണ്? ആർക്കെ, ഇത് ഹാഷ്മി, ഇത് VVപാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VVപാറ്റുകൾ മുഴുവനും എണ്ണണം എന്നുള്ള ആവശ്യമാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഉന്നയിച്ചിരിക്കുന്നത്. ADRനെ പ്രതിനിധീകരിച്ചാണ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഹാജരായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ സമർത്ഥിച്ച് VVപാറ്റുകളുടെ എണ്ണം പൂർണ്ണമായിട്ടും അനിവാര്യമാണ്, അഥവാ അത് എണ്ണേണ്ടത് അനിവാര്യമാണ് എന്ന വാദം ഉയർത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രശാന്ത് ഭൂഷൺ തൻ്റെ വാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് VVപാറ്റുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യങ്ങളുടെ ഒന്നിലധികം സാഹചര്യങ്ങളിൽ ഒന്ന് ഈ കാസർഗോഡ് ഉണ്ടായ വിഷയമാണ് എന്നതാണ്. 4 മെഷീനുകൾ ഉപയോഗിച്ച സമയത്ത്, മോക്ക് പോളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സമയത്ത് ഒരു VVപാറ്റിൽ കൂടുതൽ വോട്ടുകൾ അത് BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഉടൻ പരിശോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോടും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആ വിഷയം കോടതി പരിഗണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ VVപാറ്റുകൾ പൂർണ്ണമായിട്ടും എണ്ണണമെന്ന ആവശ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ഈ പൂർണ്ണമായിട്ട് VVപാറ്റുകൾ എണ്ണണം എന്ന ആവശ്യം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അഥവാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അത് പൂർണ്ണമായിട്ടും വൈകിപ്പിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള 100% ഇടപെടലുകളും നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ച അത് ഉചിതമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരുൺ പാറക്കൽ കൂടി. അരുൺ, ഈ ചെയ്യാത്ത വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നു എന്നുള്ളതാണല്ലോ LDF UDF ഇലക്ഷൻ ഏജന്റുമാരുടെ പരാതി. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ പരാതിയാണ്. അതിനെക്കുറിച്ച് പോളിംഗ് ഏജന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത വോട്ട് BJP സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരണം ഇവർക്ക് നൽകുന്നുണ്ടോ? ഹാഷ്മി, ഇന്നലെ രാവിലെ 10 മണിക്കായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്ക് പോളിംഗ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും സംഭവിച്ചത് നോട്ട ഉൾപ്പെടെയുള്ള 10 സ്ഥാനാർത്ഥികൾ, ആ 10 സ്ഥാനാർത്ഥികളിൽ ആദ്യ പേരുകാരി BJP സ്ഥാനാർത്ഥി ML അശ്വനിയുടേതായിരുന്നു. ഈ ML അശ്വനിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് 2 പ്രിന്റായി മാറുന്നു എന്നാണ് പ്രധാനമായും UDFന്റെയും LDFന്റെയും പോളിംഗ് ഏജന്റുമാർ ഉന്നയിച്ച ഒരു ആരോപണം. മാത്രമല്ല, ഈ 10ഓളം മെഷീനുകൾ ഇന്നലെ പരിശോധിച്ചു. അതിൽ ഒരു മെഷീനിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തി. അത് സുതാര്യമല്ല, സാങ്കേതിക തകരാറാണ് എന്നാണ് ഈ റിട്ടേണിംഗ് ഓഫീസറുടെയൊക്കെ വാദം. എന്നാൽ LDFന്റെയും UDFന്റെയും പ്രതിനിധികൾ ഇത് സുതാര്യമല്ല, തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല, EVMൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വോട്ടിംഗ് മെഷീനിൽ അത് എണ്ണാൻ പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ 2 തവണ റിട്ടേണിംഗ് ഓഫീസർ ഈ കാര്യം പരിശോധിച്ചു. 3ാമത്തെ തവണ വിഷയം പരിഹരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ തന്നെ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു EVMൽ വോട്ട് ചെയ്യാനുള്ള 10 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 10 ഓപ്ഷൻ അമർത്തി നോക്കുകയാണല്ലോ മോക്ക് പോൾ എന്ന് പറയുക. 10 ഓപ്ഷൻ അമർത്തുമ്പോൾ
ബി ജെ പിക്ക് കുത്തുന്ന ആ വോട്ടിന് അധികമായി ഒരു വോട്ടോടെ കിട്ടുന്നു 4 മെഷീനുകളിൽ എന്നാണോ പരാതി? യെസ് ഹാഷ്മി, അത് തന്നെയാണ്. അതായത് നോട്ടയുൾപ്പെടെയുള്ള 10 സ്ഥാനാർത്ഥികളാണ് മെഷീനിലുള്ളത്. ഇതിൽ 10 വോട്ട് ചെയ്യുമ്പോൾ അതിൽ 11 വോട്ടായി മാറുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് 2 പ്രിന്റ് വരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് ആദ്യ സ്ഥാനാർത്ഥി ML അശ്വിനിയാണ്, BJP ML അശ്വിനിയാണ്. ഈ ML അശ്വിനിക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് പ്രിന്റാണ് 2 പ്രിന്റായി മാറുന്നത്. അത് ഒരു മെഷീനിൽ ആ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു. തുടർച്ചയായി ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചപ്പോഴാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി LDF-ന്റെയും UDF-ന്റെയും പോളിംഗ് ഏജന്റുമാർ നൽകിയത്. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി കൃത്യമായി ഈ മെഷീനുകളൊക്കെ പരിശോധിച്ചു. അതിൽ ഒരു മെഷീനിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടെന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ വീണ്ടും 2 തവണ പരിശോധന നടത്തി. മൂന്നാമത്തെ തവണ ഈ വിഷയമൊക്കെ പരിഹരിക്കുകയും ചെയ്തു. സാങ്കേതിക തകരാറാണ് എന്ന് അറിയിക്കുകയും ഈ വിഷയം പരിഹരിക്കുകയും ചെയ്തു. അതിനുശേഷം സീൽ ചെയ്ത യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ LDF-ന്റെയും UDF-ന്റെയും ഏജന്റുമാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഇത് വോട്ടെടുപ്പ് ദിവസവും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വോട്ടെടുപ്പ് ദിവസം ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാർ അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് പ്രിന്റ് 2 തവണ വരും. അത് വോട്ടെണ്ണൽ ദിവസം ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് അത് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ അത് അവരുടെ വോട്ടാണെന്ന് ഈ BJP-യുടെ ഏജന്റുമാർ അവകാശപ്പെടും. അങ്ങനെയെങ്കിൽ ഈ വോട്ടെണ്ണൽ ദിവസം അവരുടെ ഈ വോട്ടെണ്ണൽ ഫലമൊക്കെ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്നലത്തോടെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രശാന്ത് ഭൂഷൺ ഇത് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിഷയം പരിഹരിക്കാനും ഇത് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി. യെസ്, അപ്പോൾ അതാണ് കാസർഗോഡാണ് ഈ പ്രശ്നം. കാസർഗോഡ് മോക്ക് പോളിംഗ് നടത്തിയപ്പോഴേക്കും 10 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10 നോട്ടയടക്കം 10 വോട്ട് ചെയ്യാനുള്ള ഇതങ്ങൾ. അപ്പോൾ അതിൽ 10 കുത്തുമ്പോഴും ബാക്കി എല്ലാവർക്കും ഓരോരോ വോട്ട് കിട്ടുന്ന കൂട്ടത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് അധികമായി ഒരു വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അത് 4 മെഷീനുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മെഷീൻ മാത്രം നോക്കുന്നുള്ളൂ. അതിൽ തന്നെ 4 മെഷീനുകളിൽ ഈ പ്രശ്നമുണ്ട് എന്നാണ് അവിടുത്തെ LDF UDF ഏജന്റുമാർ നൽകുന്ന പരാതി. അത് സുപ്രീം കോടതിയിലേക്ക് ഉന്നയിക്കുന്നു പ്രശാന്ത് ഭൂഷൺ. സുപ്രീം കോടതി ഇത് പരിശോധിക്കുമെന്ന് അർഹിക്കുന്ന ഗൗരവത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് പറയുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക്. 24 ബിഗ് ബ്രേക്ക്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ കേസെടുത്ത് ED. കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ED വൈദേകത്തിലില്ല എന്നൊക്കെ ചില സൂചനകൾ ഏതോ സമയത്തുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ED വൈദേകത്തിലേക്ക് എത്തുന്നു അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഫസ്റ്റ് ഓൺ 24 ഇത് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അന്വേഷണ ചുമതല SG കവിത്കർ, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ് EDയുടെ. കൊച്ചി യൂണിറ്റാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. SG കവിത്കറിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഫെമ ചട്ടപ്രകാരമാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്നും പണം എത്തിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് 3 പേരുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. 3 പേരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. അതിൽ പേര് ഇപ്രകാരമാണ്. അതായത് MC രമേശ്, മറ്റൊരാൾ പന്തൻ്റെവിടെ മുഹമ്മദ് അഷ്റഫ്, അതോടൊപ്പം KP രമേഷ് കുമാർ. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഫയൽ നമ്പർ T123 കൊച്ചി സോൺ 2023 എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ അദ്ദേഹം നൽകിയ പരാതി ഉണ്ടായിരുന്നു ഈ വൈദേകവുമായി ബന്ധപ്പെട്ട്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം EDക്ക് നൽകിയ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ വിദേശത്തു നിന്നും പണം കേരളത്തിലേക്ക് എത്തിയെന്നും ആ പണം കള്ളപ്പണം ആയിരുന്നു, അത് വെളുപ്പിക്കുന്ന നടപടിയാണ് ഈ റിസോർട്ടിന്റെ ഭാഗമായി ഉണ്ടായതെന്നും ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. ആ പരാതിക്കാരനോട് ഈ സമൻസ് മുഖേന, നോട്ടീസ് മുഖേന ED ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പണവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിലുകൾ, ഈ വൈദേകം റിസോർട്ടിന്റെ ചില രേഖകളും കാര്യങ്ങളും ഒക്കെ തന്റെ കൈവശമുണ്ട് എന്ന് പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ പരാതിക്കാരനോട് പറയുന്നത് താങ്കളുടെ കൈവശമുള്ള രേഖകൾ
തെളിവുകൾ അത് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു SG കവിത്കർ, EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. അവർ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരനിൽ നിന്നും ഇപ്പോൾ വിവരം തേടിയിരിക്കുന്നത്. ഫെമ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യലുകൾ നടക്കും എന്ന് മനസ്സിലാകുന്നു. ഈ ഏപ്രിൽ 12, അതായത് 6 ദിവസം മുൻപാണ് പരാതിക്കാരനായ വ്യക്തിക്ക് തെളിവുകളും രേഖകളും ഹാജരാക്കാൻ ഈ നോട്ടീസ് ED ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് MR അജയൻ, ഗ്രീൻ കേരള ന്യൂസ്, ഓച്ചന്തുരുത്ത്. അദ്ദേഹത്തിനാണ് ഈ നോട്ടീസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. താങ്കൾ നൽകിയ പരാതി ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫെമ ആക്ട് പ്രകാരമുള്ള ECIR ആണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നത് ഈ 3 പേർക്കെതിരെയാണ്. ആ പേരിങ്ങനെയാണ്: MC രമേശ്, പന്തന്റെ മുഹമ്മദ് അഷ്റഫ്, അതോടൊപ്പം KP രമേഷ് കുമാർ. ഇവരുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമുണ്ടെങ്കിൽ EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരോപണങ്ങളിലാണോ ഈ പണം വന്നത്? അതോ അതായത് ഒന്നുകൂടി ചോദിച്ചാൽ, ഈ തിരുവനന്തപുരത്തെ NDA സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള നിരാമയ ഏറ്റെടുത്തു എന്നൊക്കെ പ്രതിപക്ഷ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിരാമയ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള സംഭവമാണോ, അതിനു മുമ്പുള്ള കാര്യമാണോ ഈ പറയുന്ന പണം വന്നു എന്ന് പറയുന്നത്? ശ്രീകാന്ത്, രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്കോ ആക്ഷേപങ്ങളിലേക്കോ EDയുടെ ഇത് പറയുന്നില്ല. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, പന്തന്റെ മുഹമ്മദ് അഷ്റഫ്, ഇദ്ദേഹം വിദേശത്ത് നിന്നും പണം അത് ഈ റിസോർട്ടിലേക്ക്, വൈദേകം റിസോർട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് 2 പേർ ഈ പണം സ്വീകരിച്ച ആളുകളാണ്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിച്ച ആളുകളാണ്. പന്തന്റെ മുഹമ്മദ് അഷ്റഫാണ് വിദേശത്തു നിന്നും പണം നൽകിയതായി MR അജയൻ ആരോപിച്ചത്. അതിനെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും. ഈ പണം അത് കള്ളപ്പണമായിരുന്നു എന്നും ഫെമ വയലേഷൻ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുമാണ് ഈ പരാതി EDക്ക് കിട്ടിയത്. അതിലെ രേഖകളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വിദേശത്ത് നിന്നും വന്ന പണം, അത് ഈ പന്തന്റെ മുഹമ്മദ് അഷ്റഫ് നിക്ഷേപിച്ച, അദ്ദേഹം ഇവിടേക്ക് കൊണ്ടുവന്ന പണം, അതിന്റെ ഡീറ്റെയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിച്ച 2 പേരുടെ പേരുകളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്താണ് വൈദേകത്തിൽ കൂടി ED എത്തുന്നു. അത് ഇത് നമ്മൾ കേട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലല്ല. അത് ഏതോ സമയത്ത് ഗൾഫിൽ നിന്ന് നിക്ഷേപമായി വന്ന പണത്തെ ചുറ്റിപ്പറ്റിയാണ് ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം. അത് ഉറപ്പായും ED ആണ്. ഇലക്ഷൻ കാലമാണ്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് ഒരു ചർച്ചാ വിഷയം കൂടി വൈദേകത്തിൽ ED. വടകരയിൽ LDF സ്ഥാനാർത്ഥിയും KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ 2 ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. പ്രവാസിയായ KM മിൻഹാജിനെതിരായ നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനുമെതിരെയുമാണ് കേസെടുത്ത്. KK ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തു. അതേസമയം KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ശുദ്ധ തെമ്മാടിത്തരം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഇത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വടകരയിൽ LDF വിജയം ഉറപ്പിച്ചതോടെയാണ് KK ശൈലജയ്ക്കെതിരായ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണങ്ങളെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDFിൻ്റെത്. This is the confirmation that Shailaja has won the election. I mean, that is why out of sheer desperation they are resorting to this sort of campaigns. Now, but that the level of campaigning which we think should be a decorum should be maintained by all means. By all means, attack us politically, attack us on policies, etc. But don't demean the election campaign into this personal and this sort of personal attacks and this sort of a degeneration. അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രചരണം അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ വടകരയിൽ ഈ പറയുന്ന സൈബർ അധിക്ഷേപവും അതിൻ്റെ UDF പ്രതിരോധത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ ഇലക്ഷൻ ചർച്ച? ഹഷ്മി, തീർച്ചയായും അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം വടകരയിൽ എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൈബറിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് മുന്നണികൾ തമ്മിൽ നടന്നിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KK ശൈലജയ്ക്കെതിരായ, വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളായിരുന്നു. അക്കാര്യത്തിൽ ശൈലജ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനയായി പറഞ്ഞതും അവർ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പരാതിയും നൽകിയിരുന്നു. അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ലീഗ് നേതാവ്
നേതാവിനെതിരെ കേസെടുത്തിരുന്നു. ന്യൂമാഹി സ്വദേശിയായ ലീഗ് നേതാവിനെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് ഇപ്പോൾ 2 പേർക്കെതിരെ കൂടി ലീഗ് പശ്ചാത്തലമുള്ള UDF പശ്ചാത്തലമുള്ള 2 പേർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിൽ ഒന്ന് PK മിൻഹാജ്, അദ്ദേഹം KM മിൻഹാജ്, അദ്ദേഹം കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയാണ്. KK ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്തു പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പ്രവാസി കൂടിയായ മിൻഹാജിനെതിരെയുള്ള പരാതി. ഇതിൽ മട്ടന്നൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് മിൻഹാജിനെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുമുള്ളത്. ഒപ്പം തന്നെ നൊച്ചാട് സ്വദേശിയായ സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെ കൂടി പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജമായ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സൽമാനെതിരായ പരാതി. അത് വടകര ലോക്സഭാ മണ്ഡലം LDFന്റെ മണ്ഡലം സെക്രട്ടറിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഒരു പരാതി പേരാമ്പ്ര പോലീസിന് നൽകുന്നത്. തുടർന്നാണ് ഈ സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ ഈ പ്രചാരണ വിഷയങ്ങൾ മാറുന്നതിനൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ മാറുകയാണ്, കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറുകയാണ്, വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് കൂടി വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറുന്നുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലീഗ് പ്രവർത്തകരായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു നീക്കം LDFന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള വിമർശനങ്ങൾ LDF മുന്നണിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ തുടരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വടകരയിൽ അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ സൈബർ അധിക്ഷേപം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിൻ്റെ UDFന്റെ പ്രതിരോധമൊക്കെ അങ്ങനെ കള്ളം പിടിക്കുകയാണ് ആ വിഷയം പ്രചരണ രംഗം. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിനെതിരായ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ പരാമർശത്തിലാണ് കേസെടുത്തത്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ച കേസിലെ പ്രതി കോൺഗ്രസുകാരൻ H. സലാം MLA ആരോപിച്ചു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു കോൺഗ്രസ് നേതാവും AICC വക്താവുമായ ഷമാ മുഹമ്മദിന്റെ വിവാദ പരാമർശം. മതേതരത്വം ഉണ്ടാവൂല. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഷമ തന്നെ എക്സിൽ പങ്കുവെച്ച ഈ പ്രസംഗഭാഗം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. തുടർന്ന് പരാതി കോഴിക്കോട് സിറ്റി പോലീസിലേക്ക് കൈമാറുകയും വിദ്വേഷ പ്രസംഗത്തിന് കേസെടുക്കുകയുമായിരുന്നു. മണിപ്പൂരിലെ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും കേസെടുക്കാൻ പോലീസിന് തിടുക്കമാണെന്നും ഷമാ മുഹമ്മദ് കുറ്റപ്പെടുത്തി. എന്തിനാ കേസെടുത്തത് എൻ്റെ മേലെ? എന്താ അതിൽ ഞാൻ പറഞ്ഞത് തെറ്റ്? ഒരു മതത്തിൻ്റെ എതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക. അതിൻ്റെ മേലെ ആരാ ഉത്തരവാദിത്തം എടുത്തത്? എനിക്കറിയണം. എന്ത് നടപടി എടുത്തത്? ആരാ ജയിലിൽ പോയത്? ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ചതിന് പിന്നിൽ ഗ്രൂപ്പ് വഴക്കെന്ന് H. സലാം MLA ആരോപിച്ചു. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. CCTV എല്ലാം പരിശോധിച്ച് കണ്ടെത്തിയപ്പോഴാണ് നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കീറിയത്. ഷുക്കൂറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ പറയപ്പെട്ട നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. അതേസമയം തിരുവനന്തപുരത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഹരിദാസ് പറയുകയാണ്, വോട്ട് ചെയ്യാൻ ചെല്ലുന്ന വോട്ടർമാർക്ക് ബൂത്തിന് പുറത്ത് പാർട്ടി നോക്കാതെ ആഹാരവും തണുത്ത വെള്ളവും കൊടുക്കണം സർക്കാർ. ആഹാരം കൊടുത്തില്ലെങ്കിലും വെള്ളം മസ്റ്റാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല ഈ തണുത്ത വെള്ളം അല്ലെങ്കിൽ കൂടിയും ശുദ്ധജലം മസ്റ്റാണ്. കാര്യം ചൂടിൻ്റെ പരകോടി നിൽക്കുന്ന സമയത്താകണം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുന്നത്. അത് നല്ല വെയിലത്താണ് വോട്ട്. അപ്പം വെള്ളം ഉറപ്പായിട്ടും ഉണ്ടാവണം എന്ന ഹരിദാസിൻ്റെ അതിനോട് ഞാൻ യോജിക്കുകയാണ്. പൂരലഹരിയിലേക്ക് തൃശ്ശൂർ. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ. ആരോഗ്യം, സൗകര്യം, മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് വടക്കുന്നാഥന്റെ ക്ഷേത്ര തെക്കേ ഗോപുരനടയിൽ പൂരവിളംബരം. നീതലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് സാക്ഷിയാകാൻ ആയിരങ്ങൾ തെക്കേ ഗോപുരനടയിലെത്തി. എറണാകുളം ശിവകുമാറാണ് തിടംബേറ്റി അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ചെറുപൂരങ്ങൾക്ക് ശേഷം വൈകുന്നേരത്തോടെ നീതലക്കാവിലമ്മ മടങ്ങും. വിവരങ്ങളുമായി നീതലക്കാവിൽ തെക്കേ ഗോപുരനടയിൽ നിന്നും അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, ഇനിയിപ്പോൾ ചെറുപൂരങ്ങൾ, വൈകിട്ട് ചെറുപൂരങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷകളിലൊന്ന്
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരുപിടി സസ്പെൻസുകൾ. ഇനിയിപ്പോൾ 36 മണിക്കൂർ വർണ്ണ താള മേളങ്ങളുടെ ആഘോഷകാലമാണ് തൃശ്ശൂരിൽ. ഹാഷ്മി, തീർച്ചയായും ഇന്ന് ഈ തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുമായി പുറത്തു വന്നതോടുകൂടി വലിയ ആവേശത്തിലേക്കാണ് തൃശ്ശൂർ കടന്നിരിക്കുന്നത്. ഇനി എന്തായാലും പൂരത്തിന്റെ മണിക്കൂറുകളാണ്. വരുന്ന 36 മണിക്കൂർ നെയ്തലക്കാവിലമ്മ തുറന്ന ആ തെക്കേ ഗോപുരനട തുറന്നു കിടക്കും എന്നുള്ളതാണ് ചരിത്രം. അത് ഈ വർഷങ്ങളോ ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ തുറന്നു കിടക്കുന്നത് ഈ പൂരദിനത്തിലാണ്. എന്തായാലും ആ ചടങ്ങ് വലിയ ആവേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അത് പൂരത്തിന്റെ വിളംബരം കൂടിയാണ്. എന്തായാലും മറ്റ് ദേശങ്ങളെ, അതായത് ചെറുപൂരങ്ങളെ ഈ ദിനങ്ങളിലേക്ക് ക്ഷണിക്കുക കൂടി എന്നുള്ള ഒരു ആചാരം കൂടി ചടങ്ങിന്റെ ഭാഗമായുണ്ട്. എന്തായാലും മറ്റു ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി നെയ്തലക്കാവിലമ്മ മടങ്ങുമെന്നാണ് വിശ്വാസം. അത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നതാണ്. എന്തായാലും ഇപ്പോഴും നെയ്തലക്കാവിലമ്മ ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഒരു വിശ്വാസം. നാളെയാണ് പ്രധാന പൂരം. നാളെ പുലർച്ചെ 6 മണിയോടുകൂടി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടി ആദ്യ പൂരം അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തും. അത് ഐതിഹ്യപ്രകാരം വടക്കുന്നാഥൻ കണി കണ്ടു ഉണരേണ്ടത് ഈ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. അത് വെയിലും മഞ്ഞുമേൽക്കാതെ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതിന്റെ പുറത്താണ് പുലർച്ചെ 6 മണിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നത്. അതിന് പിന്നാലെ തിരുവമ്പാടി അടക്കമുള്ള പാറമേക്കാവ് അടക്കമുള്ള മറ്റ് ദേശങ്ങളുടെ പൂരങ്ങളും ഈ പൂരനഗരിയിലേക്ക് എത്തും. അതോടുകൂടി ആ പൂരം ഒരു പാരമ്യതയിലേക്ക് എത്തും. കുടമാറ്റം അടക്കമുള്ള പൂരപ്രേമികൾ കാത്തിരിക്കുന്ന സുപ്രധാന പരിപാടികൾ നാളെയാണുള്ളത്. എന്തായാലും നാളെ തൃശ്ശൂർ ഒരു ജനസാഗരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻകാലങ്ങളിലേക്കാൾ തിരക്ക് ഇന്നുണ്ടായിരുന്നു. അതിന്റെ എത്രയോ മടങ്ങാകും നാളെ ഉണ്ടാവുക. അതിൽ വലിയ ചൂടൊക്കെയാണെങ്കിൽ കൂടി ആ ചൂടിനെയൊക്കെ നിലാവാക്കി ഒരു ജനസമുദ്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു മഹാകടൽ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. തൃശ്ശൂരിലേക്ക് വർഷിപ്പ് പറയുന്നു രാമനുണ്ട് എന്ന് പറയുകയാണ്. രാമൻ ഉണ്ടാവട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആനകളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തെച്ചിക്കോട്ടുകാവ് രാമൻ എക്കാലത്തെയും പൂരത്തിൽ ഒരുപാട് ആരാധകരുള്ള ആനയാണ്. അപ്പോൾ ആന ഉണ്ടാകും എന്ന് തന്നെയാണ് തൃശ്ശൂരിൻ്റെ പൂരപ്രേമികളുടെ, ആനപ്രേമികളുടെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ വിധി എഴുതുകയാണ്. 102 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനൊടുവിൽ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള 10 ഇടങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം വൈകിട്ട് 4 മണിക്കകം പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും സായുധസേനയുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, പൊൻ രാധാകൃഷ്ണൻ, ദേശീയ നേതാക്കളായ കന്നിമൊഴി, ദയാനിധിമാരൻ, കാർത്തി ചിദംബരം തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 25 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മെയ് 13-നാണ് പോളിംഗ്. 24 ചെന്നൈ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നു മുഖ്യമന്ത്രി. PR ഏജൻസിയുടെ നിർദ്ദേശത്തിനപ്പുറം കോൺഗ്രസിന് BJPക്കെതിരെ ഒന്നും പറയാനില്ല. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിൽ ചേരാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അതിനിടെ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് മുഖപത്രത്തിൽ ലേഖനമെഴുതി വരാപ്പുഴ അതിരൂപത. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDF ഒരു നിലപാടും വ്യക്തമാക്കുന്നില്ല. നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു. മത്സരം LDFും UDFും തമ്മിലെന്നും മുഖ്യമന്ത്രി. വാർത്ത സൃഷ്ടിക്കാൻ PR ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം BJP എതിർക്കുന്നതിൽ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസിന് ഒരു താല്പര്യവുമില്ല. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും സർക്കാരിന് അഴിമതി ഇല്ലെന്ന് വേണം കരുതാനെന്നുമാണ് ജീവദീപ്തി ലേഖനത്തിൽ രൂപത വക്താവ് ഫാദർ സേവിയർ കുടിയാമ്പശ്ശേരിയുടെ ലേഖനം. എന്നാൽ ലേഖനം വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു ലത്തീൻ സഭ രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രതികരണം. പ്രചാരണം അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ മുന്നണികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി ദേശീയ നേതാക്കൾ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് വേണ്ടി റോഡ് ഷോ നടത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണിക്കായി കാഞ്ഞിരപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി.
UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് തേടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തെത്തും. വൈകുന്നേരം തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അതാ മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ്. താൻ BJP നിരന്തരമായി എതിർക്കുന്നു, എന്നാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 24 മണിക്കൂർ വിമർശിക്കുന്നു. ഇക്കാര്യം അത്ഭുതപ്പെടുത്തുകയാണ്. എതിർക്കുന്നവരെ BJP വേട്ടയാടും, എന്നാൽ കേരള മുഖ്യമന്ത്രിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എനിക്കൊന്നു രാഹുലിൻ്റെ ആ പിണറായി വിമർശനം അത്ര സാധാരണമല്ല. അപ്പോൾ എന്താണ് LDF UDF പോര് അവസാന ആഴ്ച കളം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. LDF പ്രചരണ വീഡിയോ വിവാദം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആയുധമാക്കി UDF. വർഗീയ ഉള്ളടക്കമുള്ള വീഡിയോ മതസൗഹാർദ്ദം തകർക്കുമെന്നാണ് UDFിൻ്റെ ആരോപണം. CPIM BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. LDF സോഷ്യൽ മീഡിയയിൽ തറവേല കാണിക്കില്ലെന്നായിരുന്നു വിവാദ വീഡിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇന്നത്തെ ആദ്യ സ്വീകരണ പരിപാടി തളങ്കര. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തളങ്കരയിലേക്ക് പോകുന്ന UDF സ്ഥാനാർത്ഥി മുണ്ട് ഇടത്തോട്ടെടുക്കുന്നതും കയ്യിലെ ചരട് മുറിക്കുന്നതും കുറി മായ്ക്കുന്നതുമാണ് വിവാദ വീഡിയോയിലുള്ളത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ചുവട് പറ്റിയാണ് വീഡിയോ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ വീഡിയോ പുറത്തിറക്കി. വിവാദമുയർന്നതോടെ തളങ്കര നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ നേതാക്കളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ പിൻവലിച്ചു. പിന്നാലെ വിഷയം UDF പ്രചാരണ ആയുധമാക്കി. മാലിക് ദിനാറിനെയും മുസ്ലിം സമുദായത്തെയും ഇടതുപക്ഷം ആക്ഷേപിച്ചെന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരുത്തം പെട്ടെന്ന് എൻ്റെ മുണ്ടഴിച്ച് വലത്തുവശം കൊടുത്തിരുന്ന മുണ്ട് ഇടത്തുവശമാക്കി. പൊന്നാനി കൊണ്ടുപോയി മറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതോടെ ചെയ്തേനെ. അത് ചെയ്യാൻ പറ്റാതെ വന്നത് ഈ മുണ്ടഴിച്ച് കഴിഞ്ഞ് കണ്ടിക്കുന്ന കാര്യം അത് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചേനെ. എന്നാൽ എല്ലാം ചെയ്യുന്നത് UDF ആണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDFിൻ്റെത്. വീഡിയോക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. 24 കാസർഗോഡ്. അപ്പോൾ അങ്ങനെ പല 10 വോട്ട് കിട്ടാൻ എന്തൊക്കെ വഴികൾ നോക്കാവോ ആ വഴികളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുകയാണ്. നോക്കാം. ഇലക്ഷൻ്റെ അവസാന ദിവസങ്ങളാണ്. ഇതല്ല, ഇതിലപ്പുറം പ്രതീക്ഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP അടുത്ത കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുമെന്ന് നിതിൻ ഗഡ്കരി. കേരളത്തിൽ പ്രചരണത്തിനുടനെത്തുമെന്നും ഗഡ്കരി 24 പറഞ്ഞു. മോദിയുടെ മുഖം മുന്നിൽ വെക്കാതെ BJP ധൈര്യമായി വോട്ട് തേടുന്നുണ്ടെങ്കിൽ ആ മണ്ഡലം നാഗ്പൂരാണ്. ഹൈവേമാൻ എന്ന വിളിപ്പേരുമായാണ് ഇത്തവണ ഗഡ്കരി മത്സരത്തിനിറങ്ങുന്നത്. No poster, no big billboards. Are you more confident this time? That is not because of confidence. From 10 years I am very much active in my constituency. I have got personal relationship with the lakhs of the people, and people now know my name and the people know my work. So that is the reason I don't want to take any poster and banner. രാമനവമി പരിപാടികൾ പങ്കെടുക്കുന്ന തിരക്കിലായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം ഗഡ്കരി. ഓരോ തെരഞ്ഞെടുപ്പിലും പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളുടെ എണ്ണം കൂടുകയാണെന്ന് അവകാശവാദം. If BJP is winning 400 seats, how many seats would Maharashtra contribute? It will last time whatever the seat number, more than that. All the churches they support. It's really a great thing for me. കേരളത്തിലെ BJPയുടെ സാധ്യതയെക്കുറിച്ച് വ്യക്തതയില്ല, പക്ഷേ പ്രചാരണത്തിനായി ഉടനെത്തും. How many seats would BJP get in Kerala? That I don't know, but I am going to visit Kerala now after my election. Still I don't know what it is. പ്രദേശത്തെ ശക്തനായ എതിരാളിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. വികാസ് താക്കറെ വെല്ലുവിളിയായതുകൊണ്ടാണ് ഗഡ്കരി പതിവില്ലാത്ത വിധം പ്രചാരണം കടുപ്പിച്ചതെന്ന് കോൺഗ്രസ്. और 5 लाख वोटों के अंतर से मैं चुनाव जीतूंगा ये दावा करने वाले गडकरी जी पिछले 15 दिनों से लगातार गलो गली घूम रहे हैं. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഗഡ്കരി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഭൂരിപക്ഷം കുറയാതെ നോക്കേണ്ടത് അദ്ദേഹത്തിന് പ്രധാനമാണ്. നാഗ്പൂരിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കബീർ അഹമ്മദ് പറയുകയാണ്, ആഷ്മി പൂരം കാണാൻ വരണം. തൃശ്ശൂരുകാരുടെ അഭിമാനമാണ് പൂരം. താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ലോകത്ത് തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉത്സവം. പിന്നെ വരാതിരിക്കുമോ? നാളെ ഉണ്ട് അവിടെ. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ അതാ ഇവിടെ പ്രേക്ഷകൻ പറയുകയാണ്, ഉണ്ണിത്താനോട് പറഞ്ഞു ജയിക്കാൻ പാടാ, പഴഞ്ചൊല്ലിറക്കി എതിരാളികളെ നിഷ്പ്രഭമാക്കുക എന്ന് പറയുകയാണ്. ശരിയാണ്, ഉണ്ണിത്താൻ പഴഞ്ചൊല്ലുകളുടെ ഒരു അക്ഷയകനിയാണ് കേട്ടോ, സത്യമാണ് പറഞ്ഞു.
ബഹിരാകാശ രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. കൂടുതൽ വിദേശ നിക്ഷേപകരെ ബഹിരാകാശ മേഖലയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. സ്റ്റാർലിങ്ക് CEO എലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിവരങ്ങളുമായി ബൽറാം നുരങ്ങാടിയിരുന്നു. ബൽറാം, തന്ത്രപ്രധാന മേഖലയാണ് അത്. 100% വിദേശ നിക്ഷേപം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിർപ്പ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നൊരു തീരുമാനം കൂടിയാണോ ബൽറാം? ഹാഷ്മി, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21 ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ബഹിരാകാശ രംഗത്ത് വിദേശ നിക്ഷേപ നയത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ കൂടുതൽ വിദേശ നിക്ഷേപകരെ ബഹിരാകാശ രംഗത്തേക്ക് ആകർഷിക്കുന്നതിനായി നിലവിലുള്ള നയത്തിൽ മാറ്റം വരുത്തണം എന്ന തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഇത് നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 16 മുതൽ ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നു എന്നാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത് വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ഉപഗ്രഹ രംഗത്ത് 74% വിദേശ നിക്ഷേപം, വിക്ഷേപണ മേഖലയിൽ 49% വിദേശ നിക്ഷേപവും മറ്റ് അനുബന്ധ മേഖലകളിലാണ് 100% വിദേശ നിക്ഷേപം ബഹിരാകാശ മേഖലയിൽ അനുവദിക്കുന്നത്. പ്രധാനമായും കൂടുതൽ നിക്ഷേപകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനും 100 ബില്യൺ നിക്ഷേപം ഈ ബഹിരാകാശ മേഖലയിൽ കൊണ്ടുവരാനും ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം നടത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും സ്റ്റാർലിങ്ക് CEO എലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 21, 22 ദിവസങ്ങളിലാണ് എലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ സ്റ്റാർകോമിൻ്റെ സേവനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നേരത്തെ തന്നെ ഇലോൺ മസ്ക് സമർപ്പിച്ചിരുന്നു. സ്റ്റാർലിങ്കിൻ്റെ ലോഞ്ചിങ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ $3 മില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള പ്രഖ്യാപനവും ഈ സന്ദർശനത്തിനിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉടൻ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിജ്ഞാപനം ഈ ഒരു ഘട്ടത്തിൽ ഇറങ്ങാൻ കാരണമായതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. ബഹിരാകാശ രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിന്റെ തീരുമാനമായിരുന്നു. അതിൽ ഇപ്പോൾ തീരുമാനമായി വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായും അതിനകത്ത് രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുമെന്നാണ് കരുതേണ്ടത്. വനം കൊള്ളയിൽ കൂട്ട നടപടി. ബിഗ് ബ്രേക്കിംഗ്. സുഗന്ധഗിരി വനം കൊള്ളയിൽ കൂടുതൽ പേർക്കെതിരെയാണ് നടപടി. DFO ഷജന ഉൾപ്പെടെ 3 പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തു. മരംമുറിക്കാർ ഒത്താശ ചെയ്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുഗന്ധഗിരി വനം കൊള്ളയിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് കടന്നു. സൗത്ത് വയനാട് DFO ഷജന ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്താണ് സർക്കാർ നടപടി ശക്തമാക്കിയത്. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരാണ് മറ്റു 2 പേർ. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജീവന് ഭീഷണിയായി 20 മരങ്ങൾ മുറിക്കാൻ എന്ന പേരിൽ നൽകിയ പെർമിറ്റിനെ മറയാക്കി 126 വൻമരങ്ങൾ മുറിച്ചു കടത്തിയതായി വനം വിജിലൻസ് മേധാവി ഡോക്ടർ L ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. DFO ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ കർശന നടപടി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. എന്നാൽ ഒരുപക്ഷം ഉദ്യോഗസ്ഥർ പൂർണ്ണമായി കൂട്ടുനിന്ന് ഞെട്ടിക്കുന്ന ഒരു വനം കൊള്ള, മരംമുറിക്കൊള്ള എന്ന് വേണം അതിനെ കരുതാൻ. പൊന്മുടിയിലേക്ക് വന്നാൽ പൊന്മുടിയിലെ വനം കൊള്ളയിൽ 2 പേർക്കെതിരെ കേസെടുക്കുന്നു വനംവകുപ്പ്. പൊന്മുടി സ്വദേശികളായ R മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. മരമുറിക്കലിന് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി എന്ന ആക്ഷേപമുണ്ട്. സംഭവത്തിൽ ഉടൻ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. 24 ഇംപാക്ട്. പരിസ്ഥിതി ലോല മേഖലയായ പൊന്മുടിയിൽ നിന്നും ചെറുമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം 24 ആണ് പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി. പൊന്മുടി സ്വദേശികളായ R മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇവർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന തൊഴിലാളികളാണ്. മരം മുറിക്ക് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്നും ഒഴിവാക്കിയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മരം മുറിക്കൽ തടയാനെത്തിയ വനംവകുപ്പ് ജീവനക്കാരുമായി തർക്കമുണ്ടാക്കിയത് ഇയാളായിരുന്നു. വനംവകുപ്പ് ജീവനക്കാർ മൊഴി നൽകിയിട്ടും പ്രമുഖനെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം. അതേസമയം മുറിച്ച മരങ്ങളുടെ കണക്കെടുക്കാനുള്ള പരിശോധന
മൂന്നാം ദിവസവും തുടർന്നു. അടിയന്തരമായി വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടി ശില്പ ഷെട്ടിയുടെയും ഭർത്താവ് രാജ് കുന്ദ്രയുടെയും 97.79 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ്. വിവരങ്ങളുമായി ക്രിസ്റ്റീന ചേരുന്നു. ക്രിസ്റ്റീന, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? ഏത് രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ആരോപണം? ഹാഷ്മി, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് മുംബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു എക്സ് പോസ്റ്റ് വരുന്നത്. അതിലാണ് ഈ 97.79 കോടിയുടെ സ്വത്ത്, അത് ശില്പ ഷെട്ടിയുടെ ജൂഹുവിലുള്ള ഫ്ളാറ്റ്, പൂനെയിലുള്ള രാജ് കുന്ദ്രയുടെ, ശില്പ ഷെട്ടിയുടെ ഭർത്താവ് രാജ് കുന്ദ്രയുടെ ബംഗ്ലാവ്, അദ്ദേഹത്തിന്റെ ഓഹരികൾ അടക്കം കണ്ടുകെട്ടി എന്ന വാർത്ത വരുന്നത്. ഇത് 2017 നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നത്. 2017 നിരവധി പേരിൽ നിന്ന് ബിറ്റ്കോയിനായി 6600 കോടിയുടെ സ്വത്ത് ശേഖരിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഇവർക്കൊപ്പം അമിത് ഭരദ്വാജും അജയ് ഭരദ്വാജും ഉൾപ്പെടെ ഇപ്പോൾ ഒളിവിലുള്ള 4 പ്രതികൾ കൂടിയുണ്ട്. ഈ കേസിൽ 10% മാസ വരുമാനം നൽകാമെന്ന് പറഞ്ഞാണ് നിക്ഷേപകരിൽ നിന്ന് 6600 കോടി കണ്ടെത്തിയത്. എന്നാൽ ഇവർ ബിറ്റ്കോയിൻ മൈനിങ്ങിലൂടെ പണം ശേഖരിച്ചെങ്കിലും ഇതിൽ ഒരു റിട്ടേൺ പോലും ഈ നിക്ഷേപകർക്ക് ലഭിച്ചില്ല. 285 ബിറ്റ്കോയിനുകളാണ് ഈ നിക്ഷേപത്തിലൂടെ രാജ് കുന്ദ്ര നേടിയിരിക്കുന്നത്. പക്ഷേ ഇതിനിപ്പോൾ ഉള്ള മൂല്യം എന്ന് പറയുന്നത് 150 കോടി രൂപയാണ്. ഈ 150 കോടി രൂപയിലോ മറ്റ് നിക്ഷേപകർ ശേഖരിച്ച പൈസയിലോ ഒരു പൈസ പോലും നിക്ഷേപകർക്ക് ലഭിച്ചില്ല എന്നാണ് ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ പറഞ്ഞിരിക്കുന്നത്. താൽക്കാലികമായാണ് സ്വത്ത് കണ്ടുകിട്ടിയിരിക്കുന്നത്. പ്രൊവിഷണലി അറ്റാച്ച്ഡ് എന്നാണ് ഇഡിയുടെ പോസ്റ്റിൽ പറയുന്നത്. ഹാഷ്മി, ഓക്കെ. രാജ് കുന്ദ്രയുടേതാണ് 100 കോടിക്ക് അടുത്ത് വരുന്ന, രാജ് കുന്ദ്രയുടെയും ശില്പ ഷെട്ടിയുടെയും 100 കോടിക്ക് അടുത്ത് വരുന്ന സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. അലി ആൽഫ പറയുകയാണ്, വേലയും പൂരവും വിഷുവും ആഘോഷങ്ങൾ മലയാളിയുടെ വൈകാരിക അഹങ്കാരമാണ്. ഞാനും പോരും പൂരം കാണാൻ, വായോ വായോ സ്നേഹം കൂടാൻ എന്ന് പറയുകയാണ്. അപ്പോൾ പൂരത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കുറേ അധികം മെസ്സേജുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. നമ്മുടെ സമയക്കുറവ് കാരണം എല്ലാം വായിക്കാൻ പറ്റാത്തത്. ചെക്കോൾ വി പാറ്റ് ആൻഡ് EVM എന്ന് വേറെ വേഷം പറയുന്നു. ജിതേഷ് മുണ്ടയാളൻ, ഉണ്ണിത്താൻ പഴഞ്ചൊല്ലിൽ വിരുദ്ധനെങ്കിൽ അദ്ദേഹം പഴഞ്ചൊല്ലി രാജനായി വിലസട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലമാണ്, കൂടുതൽ പൊളിറ്റിക്കൽ കമൻഷൻ. അതുകൊണ്ടാണ് ആ കമൻറ്റ് ഭാഗത്തേക്ക് അധികം വായനയിലേക്ക് പോകാത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം. അബ്ദുൾ റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ട ശേഷം മതി അത്തരത്തിലുള്ള ചർച്ചകൾ എന്ന് കുടുംബം 24നോട് പറഞ്ഞു. ഇത്തരം ചർച്ചകൾ നിയമ നടപടികളെ ബാധിക്കും എന്നാണ് കുടുംബത്തിൻ്റെ ആശങ്ക. അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു. സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മോചനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതേ അഭിപ്രായമാണ് കുടുംബത്തിനും. സിനിമയല്ല, റഹീമിന്റെ ജീവനാണ് വലുതെന്ന് റഹീമിന്റെ അമ്മാവൻ അബ്ബാസ്. റഹീമിനെ റിലീസാക്കി നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആവശ്യം. റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം ഭാവി പരിപാടികൾ സിനിമയായാലും എന്ത് തന്നെ ആയാലും റഹീം നാട്ടിലെത്തിയ ശേഷം മതി ചർച്ചകളെന്ന് സഹോദരൻ നസീർ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സിനിമയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളെ സൗദി അറേബ്യക്ക് ബാധിക്കും എന്നുള്ളൊരു ആദ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ദിയാധനമായ 34 കോടി രൂപ സ്വരൂപിച്ചെങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകളേറെയാണ്. റഹീമിന്റെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ ഈ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമസഹായ സമിതി അറിയിച്ചു. 24 കോഴിക്കോട്. കൊട്ടാരക്കര സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മെഗാ ഷോ 6 മണിക്ക് നടക്കും. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവിൽ ചലച്ചിത്ര TV രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഫ്ലവേഴ്സ് ടീമുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയുടെ അവസാനവട്ട ഒരുക്കത്തിലാണ് സംഘാടകർ. സലീം ആലിക്കുരുമായി. സലീം, അപ്പോൾ ഉച്ചകഴിഞ്ഞ് ഒരു ഗംഭീരമായ സമാനതകളില്ലാത്തൊരു കലാവിരുന്ന് കൊട്ടാരക്കരക്കാർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ആസ്വദിക്കാമെന്ന് ഉറപ്പാണ് അല്ലേ? ഹാഷ്മി, ഉറപ്പായും. കാരണം കൊട്ടാരക്കര MGM സ്കൂൾ അതൊരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഏകദേശം 5000-ലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു സ്റ്റേജ്, ഒരു ബ്രഹ്മാണ്ഡ വേദി ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി ഒരു മെഗാ ഷോ, അത് കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു മെഗാ ഷോയാണ് ഫ്ലവേഴ്സും സ്വയംവരയും ചേർന്ന് ഇവിടെ ഒരുക്കാൻ പോകുന്നത്. സ്വയംവര സിൽക്സ് അതിന്റെ കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷം തികയാണ്. ആ 10 വർഷം തികയുമ്പോഴാണ് ആ ഷോറൂം നവീകരിച്ച് കൂടുതൽ വിപുലമായ ഒരു ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അതിന്റെ ഉദ്ഘാടനം
ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞതേയുള്ളൂ. രാവിലെ മന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം അതിനോടനുബന്ധിച്ചാണ് ഫ്ലവേഴ്സ് സ്വയംവര ഉത്സവ് എന്ന പേരിൽ ഒരു വലിയ മെഗാ ഷോ ഇവിടെ നടത്തുന്നത്. അതിൽ നിരവധി പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ജയറാം, പ്രധാനമായും ജയറാം, ഒപ്പം തന്നെ സിനിമാ രംഗത്ത് 50 വർഷം പിന്നിട്ട മല്ലിക സുകുമാരൻ, രമേശ് പിഷാരടി, അഖിൽ മാരാർ തുടങ്ങി ഒരുപിടി പ്രധാനപ്പെട്ട കലാകാരന്മാരുണ്ട്. പിന്നീട് ഒരു മ്യൂസിക്കൽ മെഗാ ഷോ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഫ്ലവേഴ്സ് ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ ശ്രീകണ്ഠൻ നായർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആവേശകരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മോടൊപ്പം ഈ പരിപാടിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ചേരുന്നത് സ്വയംവരയുടെ ഡയറക്ടർമാരിൽ ഒരാളായ റിയാദാണ്. സാർ നമസ്കാരം. വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളൊക്കെ? ഞങ്ങളുടെ കൊട്ടാരക്കര സ്വയംവരയുടെ 3ാമത്തെ ഷോറൂമാണ് 2015 കൊട്ടാരക്കര ഉദ്ഘാടനം ചെയ്തത്. ഇന്നിപ്പോൾ അത് 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 10 വർഷം പൂർത്തിയാവുന്നതോടൊപ്പം തന്നെ കൊട്ടാരക്കര സ്വയംവര പുതിയ ഷോറൂമായി നവീകരിച്ച് വലിപ്പം കൂട്ടി ധാരാളം കളക്ഷനുകളുമായി ഒരു വലിയൊരു ഷോറൂമായി ഇന്ന് രാവിലെ നമ്മുടെ കേരളത്തിന്റെ ആരാധനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാർ ഉദ്ഘാടനം ചെയ്തു. കൂടെ ഒപ്പം കുറെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. കൊട്ടാരക്കര വൈകുന്നേരത്തെ പരിപാടി ഒരു ഗംഭീര പരിപാടി, വലിയൊരു പ്രോഗ്രാമാണ്. പ്രശസ്ത സിനിമാ നടൻ ജയറാം ഉൾപ്പെടെ, ശ്രീ മല്ലിക സുകുമാരൻ ഉൾപ്പെടെ, രമേശ് പിഷാരടി ഉൾപ്പെടെ, അഖിൽ മാരാർ തുടങ്ങിയ നിരവധി കേരളത്തെ നിരവധി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ഉൾപ്പെടുന്ന ഒരു വൻ പരിപാടിയാണ് ഇന്നിവിടെ കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. എന്തായാലും അപ്പോ ഒരു വമ്പൻ പരിപാടി എന്തായാലും കൊട്ടാരക്കരക്കാർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും കാണാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സലീം മാലിക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാവുകയാണ് അവിടെ. എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഒരു കലാവിരുന്ന് കൊട്ടാരക്കരക്കാർക്ക് ഇന്ന് ഉറപ്പാണ്. കേരള ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ 5ാമത് സൈലന്റ് ഹീറോ അവാർഡുകൾ പ്രഖ്യാപിച്ചു. AV എഞ്ചിനീയർക്കുള്ള അവാർഡ് ഫ്ലവേഴ്സ് 1 കോടിയുടെ AV എഞ്ചിനീയർ റിയാസിന് ലഭിച്ചു. ബെസ്റ്റ് LED വാൾ പ്രൊജക്ഷൻ ആൻഡ് സൊല്യൂഷൻ കാറ്റഗറിയിലും വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിലുമുള്ള അവാർഡ് ഗ്രീൻ മീഡിയയ്ക്കും ലഭിച്ചു. മികച്ച വിഷ്വൽ എഞ്ചിനീയർക്കുള്ള അവാർഡ് നസീഫ് ഫത്തൂരിന് കിട്ടി. വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടിനാണ് പുരസ്കാരം. മികച്ച വിഷ്വൽ എഞ്ചിനീയറായി ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള നവീകരിച്ച നിലമ്പൂർ ഷോറൂം തുറന്നു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ, പാർട്ടി വെയർ തുടങ്ങി ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ആകർഷകമായ ആഭരണ ശേഖരണമാണ് ഷോറൂമിലുള്ളത്. എല്ലാ ആഭരണങ്ങൾക്കും 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉറപ്പു നൽകുന്നു. നമ്മളിനിപ്പോൾ ഏകദേശം ഒരു 100 ഷോറൂമാണ് നമ്മൾ ഇന്ത്യയിൽ GCC മറ്റ് ഔട്ട് ഓഫ് ഇന്ത്യയിലും കൂടെ 100 ഷോറൂമാണ്. 2020 നമ്മുടെ ചെയർമാൻ്റെ ഒരു വിഷൻ അനുസരിച്ച് 2025 ആകുമ്പോഴത്തേക്ക് 500 ഷോറൂമെങ്കിലും തുടങ്ങാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒരു അച്ചീവ്മെൻറ്റ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒളിമ്പിക്സിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് തിരിച്ചടി. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ ഒളിമ്പിക്സ് നഷ്ടമാകും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് വെച്ചിരുന്നു. അനിൽ, എന്തുകൊണ്ടാണത്? ഹാഷ്മി, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കായിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയുടെ വാർത്ത തന്നെയാണ് വരുന്നത്. മലയാളികൾക്ക് ഒളിമ്പിക്സിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്ന ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറിന് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. താരം തന്നെയാണ് ഇക്കാര്യം സംബന്ധിച്ച ഒരു പ്രസ് റിലീസ് പുറത്തുവിട്ടത്. അടുത്തിടെ പരിക്കിൽ നിന്ന് അദ്ദേഹം മോചിതനായി വരികയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പരിശീലനം തുടങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് പരിശീലനത്തിനിടെ വീണ്ടും പരിക്കേൽക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛനും പരിശീലകനുമായ മുരളിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ പരിക്കിൻ്റെ ഒരു സ്വഭാവം കുറച്ചധികം ഗുരുതരമായ ഒരു ഇതാണ്. അദ്ദേഹം നിലവിൽ മുംബൈയിലാണുള്ളത്. അതിനുശേഷം തുടർ ചികിത്സയ്ക്കായി, വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ ദോഹയിലേക്ക് പോകുമെന്ന് പറയുന്നു. അടുത്തിടെ സമീപകാലത്ത് ഇന്ത്യൻ അത്ലറ്റിക്സിൽ ഏറ്റവും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു താരങ്ങളിൽ ഒരാളാണ് മുരളി ശ്രീശങ്കർ. അർജുന അവാർഡ് ജേതാവാണ് അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിലും ഒപ്പം തന്നെ കോമൺവെൽത്തിലും ഒക്കെ തന്നെ സിൽവർ മെഡൽ നേടിയ അദ്ദേഹം വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചതാണ്. ഒളിമ്പിക്സിലും അത്ലറ്റിക്സിൽ ഒരു മെഡൽ അദ്ദേഹത്തിലൂടെ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു, മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്തായാലും മുരളി ശ്രീശങ്കർ വൈകാതെ തന്നെ കളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ. അനിൽ വാസുദേവാണ്. എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചടിയാണ്, സങ്കടവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ